പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ നല്ലൊരു അനുഭവം കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവകാശം നൽകുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പഴയ പോലീസ് എസ് ഐയുടെ കഥയാണ്. പോലീസ് എസ് ഐ ഒക്കെ ആണെങ്കിലും തൻ്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലമാകുന്ന വ്യത്യസ്തമാകുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി. ജയിൽ ജീവിതവും ഒക്കെ അനുഭവിച്ചു. ജയിലിൽ വെച്ച് യേശു കർത്താവിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു അനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈവനിങ് സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പ്രത്യേകമായി കഴിഞ്ഞ നാളുകളിൽ ആസാദി ടി വിയിലൂടെ അനേക അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടു. ഞങ്ങൾക്കത് വിശ്വാസത്തിന് ബലവും ധൈര്യവും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീർന്നു. ഇന്നും ഞങ്ങൾ വിശേഷപ്പെട്ട ഒരു അനുഭവം കേൾക്കുവാൻ പോവുകയാണ്. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ വിശ്വാസ ബലത്തിന് കാരണമായി തീരണം. അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ വെച്ച് അവിടുന്ന് ഉപയോഗിക്കണം. ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആസ്വാദ പ്രാർത്ഥന അവരുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകണം. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ കർപ്പിക്കുന്നു. പ്രാർത്ഥന കെട്ടുപിടിച്ചിരിക്കൽ സ്തോത്രം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വ്യത്യസ്തമാകുന്നൊരു അനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. ഒരു പഴയ പോലീസുകാരൻ എന്നാൽ ജയിലിൽ വെച്ച് താൻ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. സംഭവബഹുലമാകുന്ന ഒരു ജീവിതാനുഭവം നമ്മളൊന്നിച്ച് കേൾക്കാൻ പോകുന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥലത്തിലായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ ബഹുമാനത്തോടുകൂടെ കർത്താവിൻ്റെ ദാസൻ പ്രിയ സദാശിവൻ ബ്രദറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ സ്ക്രീനിലാണ് കേട്ടോ ചേട്ടാ. പ്രൈസ് ലോർഡ്. ട്രിവാൻഡ്രംകാരനാണ് അല്ലേ? തിരുവനന്തപുരത്ത് എവിടെയാ? തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കില് കാഞ്ഞിരംകുളം എന്നുള്ള സ്ഥലം. ഓ ശരി, നെയ്യാറ്റിൻകര താലൂക്കിൽ. അവിടെയൊക്കെയാണ്, അവിടെ തന്നെയാണോ ജനിച്ചു വളർന്നതൊക്കെ? കാഞ്ഞിരംകുളത്ത് തന്നെയാണ് ജനിച്ചത്. ഓ ശരി ശരി. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തില് ഞാനും 3 മക്കൾ, ഭാര്യ, ഇത്രയും പേരാണ് എന്റെ. ശരി. മാതാപിതാക്കളൊക്കെയോ? മാതാപിതാക്കള് അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ 5 സഹോദരന്മാരുണ്ട്. അതിലൊരാൾ മരിച്ചുപോയി. പിന്നെ 3 സഹോദരിമാർ. ശരി. നമ്മുടെ രാധാകൃഷ്ണൻ പാസ്റ്റർ തന്നെയാണ് പ്രിയ ദേവദാസനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. എനിക്ക് തന്നോട് കൂടെ തടവിലൊക്കെ ഉണ്ടായിരുന്ന 2-3 പേരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ തന്നു. ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയുള്ളവരാണെന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർമാനമായി കേൾക്കുന്ന സാക്ഷ്യങ്ങൾ ദൈവം സെക്കൻഡ് ചാൻസ് കൊടുത്ത് രണ്ടാമത് ജീവിക്കാൻ ഒരവസരം കൂടെ കൊടുത്ത ആളുകളുടെ സാക്ഷ്യങ്ങളാണ്. നമ്മുടെ ദൈവം അവസരം നൽകുന്നവനാണ്, സെക്കൻഡ് ചാൻസ് നൽകുന്നവനാണ്. ഒരു ചാൻസ് നഷ്ടപ്പെടുത്തിയെങ്കിൽ പിന്നെയും അവസരം നൽകുന്നവനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇനിയും അവസരമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു. പോലീസുകാരനായിരുന്നു, എസ് ഐ ആയിരുന്നു. എസ് ഐ ആണ്, സർക്കിൾ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ അല്ലേ? പക്ഷേ പിന്നെ സർവീസ് കൂടെ ബാക്കിയുള്ളപ്പോഴായിരുന്നല്ലോ ജയിലിലൊക്കെ പോകേണ്ടി വന്നത്. അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ CI ഒക്കെ ആയനെ. അതെ, ആയനെ. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ പറ്റാത്ത. അപ്പൊ CA ആകാൻ പറ്റിയില്ലെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടിയത്, ക്രൈസ്റ്റിനെ കണ്ടുമുട്ടിയതാണ് ഏറ്റവും വലിയ ജീവൻ പ്രാപിച്ചതാണ്. ആ കഥ നമുക്കൊന്ന് കേൾക്കാം. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. പിന്നെ ഞാൻ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുക. സദാശിവൻ ബ്രദറിന് പറയാം. ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ പ്രേക്ഷകരും കേൾക്കാൻ തയ്യാറാണ്. തുടർന്നുള്ള സമയങ്ങൾ എടുക്കാം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഒരു സാക്ഷിയായി നിൽക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ കൃപയോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കിയ പ്രിയ പാസ്റ്റർക്കും അതുപോലെ തന്നെ എന്നെ ഈ രക്ഷയിലോട്ട് ട്രാക്ട് തന്ന് നയിച്ച രാധാകൃഷ്ണൻ ബ്രദർ, കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഞാൻ പറഞ്ഞതുപോലെ
എൻ്റെ പേര് സദാശിവൻ എന്നാണ്. ഞാൻ കാഞ്ഞിരംകുളത്താണ് ജനിച്ചു വളർന്നത്. ഞാൻ പോലീസിലെ എസ് ഐ ആയിട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്ക് 5 സഹോദരന്മാരുണ്ടായിരുന്നു. അച്ഛനമ്മ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 3 സഹോദരിമാരുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ നല്ല പ്രായത്തിൽ, എൻ്റെ 25-ാമത്തെ വയസ്സിൽ എനിക്ക് കേരള പോലീസിൽ ജോലി ലഭിച്ചു. അതോടുകൂടി കുറെ സ്നേഹിതന്മാരെല്ലാം കൂടി കുറേശ്ശെ മദ്യപാനം തുടങ്ങി. അങ്ങനെ വളരെ സന്തോഷിച്ച് ഉല്ലസിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തുണ വേണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. ഞാനൊരു സ്ത്രീയെ, എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിക്കുവാനിട വന്നു. എൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച് വന്നിരുന്നാൽ തന്നെയും എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊന്നിച്ച് മദ്യപിച്ച് സല്ലപിച്ച് കഴിയുന്നതാണ് ഏറെ ഇഷ്ടമായിരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ കൂട്ടുകാരോട് വന്ന് മദ്യപിച്ച് മതോന്മത്തനായിട്ട് എൻ്റെ വീട്ടിൽ ആടി അലഞ്ഞ് വരും. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ നല്ല ഭക്ഷണം വെച്ച് കാത്തിരിക്കും. പക്ഷെ ഞാൻ രാത്രി 12 മണിയോടുകൂടെ മദ്യപിച്ച് സ്നേഹിതന്മാരോടൊത്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഭവനത്തിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ കാത്തിരുന്നുണ്ട്. ചിലപ്പോൾ ഉറങ്ങിപ്പോവും. പക്ഷെ ഞാൻ ആ ഉറക്ക സമയത്ത് ഞാൻ കതവ് തട്ടുമ്പോൾ ഭാര്യ ചിലപ്പോൾ ഉണർന്ന് കതവ് ഉടനെ തുറന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു പതിവ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വളരെ ഒരു ആഭാസനായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായി. കറക്റ്റായിട്ട് ജോലിക്ക് പോകും. ജോലിക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മദ്യപിച്ച് മതോന്മത്തനായി സ്നേഹിതന്മാരോടൊന്നിച്ച് കഴിയുന്നതാണ് ഏറെ ഇഷ്ടമായത്. അങ്ങനെയുള്ള സാഹചര്യം ആയിരിക്കുമ്പോൾ 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. കുഞ്ഞുങ്ങളെ ഒന്നും നോക്കാനോ ഒന്നുമല്ല. മാസം തോറും ശമ്പളം കിട്ടുമ്പോൾ കുറച്ച് കാശ് ഭാര്യയെ ഏൽപ്പിക്കും. അത്ര തന്നെ, വേറെ ഒന്നും അന്വേഷിക്കാറില്ല. അങ്ങനെ മുന്നോട്ട് കടന്നു പോയപ്പോൾ കാഞ്ഞിരംകുളം ദേശത്ത് തന്നെ ഒരു പൗരസമിതി അവിടെ രൂപീകരിക്കാനിടയായി. അതിൽ പൗരസമിതി പ്രസിഡന്റായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. അതോടുകൂടെ ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ ജീവിതത്തിലും എൻ്റെ ചിന്തയിലും ഉണ്ടായി. അങ്ങനെ ഞാൻ വളരെ അഹങ്കാരിയായിട്ട് മുന്നോട്ട് കടന്നുപോയി. ആരെയും വഹിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. ആരെങ്കിലും എതിർത്ത് നിന്നാൽ അവരെയും എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടെ ഒരു ജീവിച്ച വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കാഞ്ഞിരംകുളം ദേശത്ത് ഒരു രാഷ്ട്രീയ സംബന്ധമായിട്ടൊരു സംഘടന ഉണ്ടായി. അതിൽ ഒരാൾ മരണപ്പെടുവാനിടയായി. മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ ഒരു അനുജൻ വന്ന് ആ മരണപ്പെടുത്തിയ ആളിനെ ഉപദ്രവിച്ചപ്പോൾ അവർ വീണ്ടും വീട് കയറി ആക്രമിക്കാനായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണപ്പെട്ട പിതാവ് വന്ന് എന്നോട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പൗരസമിതിയിലുള്ള കുറെ അംഗങ്ങളുമായിട്ട് നമുക്കൊരു കോംപ്രമൈസിൽ നമുക്ക് സംസാരിച്ചൊതുക്കാമെന്ന് പറഞ്ഞു പോയി. എന്നാൽ എൻ്റെ കൂടെ വന്ന വിഭാഗവും അവരുടെ ആ ഏരിയയിലുള്ള ആൾക്കാരും കൂടെ ചേർന്ന ഒരു സംഘടന ഉണ്ടായി. അങ്ങനെ ഞങ്ങളാൽ ഒരാൾ മരണപ്പെടുവാനിടയായി. മരണപ്പെട്ട് അങ്ങനെ പിറ്റേ ദിവസം പത്രത്തിലൊക്കെ വളരെ വാർത്ത ഉണ്ടായിരുന്ന ഒരു AICയുടെ നേതൃത്വത്തിൽ ഒരാളെ വെട്ടിക്കൊന്നു എന്നുള്ള പരസ്യം ഉണ്ടായി. അങ്ങനെ ഞങ്ങള് 10 പേര് ഒളിവിൽ പോയി. അങ്ങനെ ഞങ്ങളുടെ പേരിൽ 10 പേരെ പേരിൽ കേസ് ചാർജ് ചെയ്തു. ഞങ്ങൾ ഒളിവിലായി. ഞാൻ ചിന്തിച്ചു, അപ്പോഴേക്കും ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞാനും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആണ്, എന്റെ ഹെഡ് കോൺസ്റ്റബിൾ ആണ് കേസ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് എന്നെ സഹായിക്കും എന്നുള്ള ചിന്തകളൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ 10 പേരെ പേരിൽ കേസ് ചാർജ് ചെയ്ത് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിക്കുകയും ഞങ്ങളെ 10 പേരെയും റിമാൻഡ് ചെയ്യുകയുണ്ടായി. ഞാൻ ആ റിമാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര സബ് ജയിലിൽ ഞങ്ങളെ 10 പേരെ റിമാൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ രാഷ്ട്രീയക്കാർ സഹായിക്കും, എൻ്റെ സ്നേഹിതന്മാർ സഹായിക്കും എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ സ്നേഹിതന്മാര് കുറച്ചു ദിവസം വന്നിട്ട് ആരും വരാതെയായി. രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഈ സംഘടനത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് എന്നെയും
എൻ്റെ 2 അനുജന്മാരെയും കൂടെ ചേർത്താണ് അവര് ചാർജ് ഷീറ്റ് കൊടുത്ത. എൻ്റെ അനിയന്മാർ ഇതിലൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്. ഞാൻ ഈ കോംപ്രമൈസിനെങ്കിലും പോയ വ്യക്തിയാണ്. പക്ഷെ അവരെയും കൂടെ പ്രതിയാക്കി ഞങ്ങളെ 10 പേരെയും റിമാൻഡ് ചെയ്തു സബ് ജയിലിലേക്ക് അയച്ചു. അവിടെ കിടന്ന് 23 ദിവസം ആ സബ് ജയിലിൽ കിടന്നു. സ്നേഹിതന്മാരൊക്കെ വന്ന് പറഞ്ഞു, സദാശിവം ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയക്കാർ പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിട്ട് കണ്ടിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞങ്ങളതെല്ലാം വിശ്വസിക്കുകയായിരുന്നു. പക്ഷെ 23 ദിവസം വരെ ആ സബ് ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ പിതാവ് വന്ന് ഞങ്ങളെ ജാമ്യത്ത് ഇറക്കി പോയി. അങ്ങനെ ഏകദേശം ഞാൻ എൻ്റെ ജോലി എന്നെ സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾ 9 മാസം ഞാൻ സസ്പെൻഷനിലായിരുന്നു. ആ സമയത്തൊക്കെ എൻ്റെ സ്നേഹിതന്മാർ വന്ന് എനിക്ക് മദ്യപാനവും എല്ലാം സൗകര്യങ്ങളും എല്ലാം ചെയ്ത് വീണ്ടും മദ്യപാനിയായിട്ട് തുടർന്നു പോയി. വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ലാത്ത അവസ്ഥ. എന്നെ കാണുമ്പോൾ എൻ്റെ മക്കളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർ ഒളിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വളരെ ഏറ്റവും മോശപ്പെട്ട ഒരു ജീവിത വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ 9 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പോലീസിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഹെഡ് കോൺസ്റ്റബിളായിട്ട് അടുത്ത് AC ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചപ്പോൾ പിന്നെ മദ്യപാനം വീടുകളിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ക്ലബുകളിൽ നിന്ന് മാറി ഹോട്ടലില് വളരെ ബാറിലായി. അങ്ങനെ മദ്യപാനം കൂടി വന്നു. അങ്ങനെ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ 1999 ഞങ്ങളുടെ കേസ് വിധിക്കായി വന്നു. അതിൽ 10 പേരിൽ 5 പേരെ ജീവപര്യന്തം ശിക്ഷിക്കുന്നു എന്നുള്ള ഒരു വിധി ഉണ്ടായി. അതിൽ 2ാം പ്രതിയായിട്ട് ഞാനും 3, 4, 5ാം പ്രതിയായിട്ട് എൻ്റെ 2 അനിയന്മാരും. അങ്ങനെ ഞങ്ങൾ 5 പേര് സെൻട്രൽ ജയിലിലോട്ട് ശിക്ഷിച്ച് ഞങ്ങൾ കടന്നു പോകുമ്പോഴേക്കും അവിടെ സെല്ലിൽ പോയി ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള അനേകം പേർ സെൻട്രൽ ജയിലിനകത്തുണ്ട്. ഞാൻ കേസ് ചാർജ് ചെയ്ത് വിട്ടിട്ടുള്ള അനേകം പേർ സെൻട്രൽ ജയിലിനകത്തുണ്ട്. ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള അനേകം പേരുണ്ട്. പക്ഷെ അവരെല്ലാം എന്നെ മാനസികമായിട്ട് എന്നെ ശരിക്കും ഉപദ്രവിച്ച് കുഴപ്പമില്ല. കാരണം അവിടുത്തെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കാത്തത് കൊണ്ട് മാനസികമായിട്ട് ശരിക്കും അവരെന്നെ പീഡിപ്പിക്കുവാൻ ഇടവന്നു. അതിലൊന്നിലും എനിക്ക് ഭാരമില്ലായിരുന്നു. ആദ്യം ജയിലിൽ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുമ്പോൾ ആദ്യമൊക്കെ ഒരാഴ്ച കൊണ്ട് സ്നേഹിതന്മാരെല്ലാം വന്നിട്ട് പോയി. രാഷ്ട്രീയക്കാർ അവസാനം പറഞ്ഞു, സദാശിവന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ, അവൻ നിയമം അറിയാവുന്നുള്ളവനല്ലേ, അവൻ എന്തിനു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിക്കുവാനിട വന്നു. അതൊന്നും സാരമാക്കിയില്ല. പിന്നെ ആരും ജയിലിൽ നോക്കി വരാതെയായി. ഞാൻ ഈ ജയിലിൽ പോകുമ്പോൾ എൻ്റെ മൂത്ത കുട്ടി 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എൻ്റെ 2ാമത്തെ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 3ാമത്തെ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവസ്ഥയെ പറ്റി ചിന്തിച്ചു. എൻ്റെ ഒരു അനുജനാണെങ്കിൽ, ഞങ്ങൾ 3 പേര് ജയിലിലാണ്. എൻ്റെ ഒരു അനിയനാണെങ്കിൽ പഠിക്കുകയാണ്. ഒരാള് ഗൾഫിലായിരുന്നുകൊണ്ട് മദ്യപിച്ച് ജോലിക്കൊന്നും പോകാത്ത അവസ്ഥയായിരുന്നു. വീട് വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. എൻ്റെ പിതാവാണെങ്കിലും രോഗിയാണ്, മാതാവാണെങ്കിലും വയസ്സെന്നവരാണ്. വളരെയേറെ സങ്കടത്തോടുകൂടെയുള്ള ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ആരും സഹായമില്ലാതെ അങ്ങനെ രാത്രിയാമങ്ങളിൽ നെഞ്ചിടിച്ച് കരയും. എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കി ഞാൻ കരയും. ഇനി എൻ്റെ മക്കൾ എങ്ങനെ പഠിക്കും, എൻ്റെ ഭാര്യ ഇനി എങ്ങനെ ജീവിക്കും? ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ കുടുംബശ്രീ എങ്കിലും ഉണ്ട്. അന്നത്തെ അവസ്ഥയിൽ കുടുംബശ്രീ പോലും ഇല്ല. എൻ്റെ മക്കളെ പാറ്റണമെങ്കിൽ എൻ്റെ ഭാര്യ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോകണം, അല്ല എൻ്റെ മക്കൾ പഠിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവൻ ഏതെങ്കിലും കുത്തവരയുന്നവരോടുകൂടെ കല്ലും മണ്ണും ചമക്കാൻ പോകണം, അല്ലെങ്കിൽ ആരോടെങ്കിലും പുസ്തകം വാങ്ങാൻ 5 രൂപ ചോദിക്കേണ്ട അവസ്ഥ വരും. അത് മാത്രമല്ല, ഞാൻ ആപ്പടെ വീട്ടിൽ 12 സെന്റ് വസ്തു, അത് ഞാൻ പോലീസ് സൊസൈറ്റിയിൽ ലോൺ എടുത്ത് വെച്ച വീടാണ്. അതടയ്ക്കാതെ വരുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും തെരുവിലോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ കുടുംബം തകർന്നു, എന്റെ രക്ഷയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് രാത്രി ആരും കാണാതെ നെഞ്ചിലടിച്ച് കരയും. അങ്ങനെ ഇരിക്കുമ്പോൾ പകലാവുമ്പോൾ ഞാൻ മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കും. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ചിന്ത പ്രകാരം വന്നു. ജയിലിലാണെങ്കിൽ
പരോള് അച്ഛനോ അമ്മയോ ആരെങ്കിലും സുഖമല്ലാതെ സീരിയസ് ആണെന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത അവിടെ നിന്ന് 7 ദിവസം പരോള് കിട്ടും. ആ പരോളും വാങ്ങി എന്തായിരുന്നാലും ജയിലിനകത്ത് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി വീട്ടിൽ വന്ന് ആരും അറിയാതെ വീട്ടിലെ അടുത്തുള്ള പ്ലാവിൽ എന്റെ പേശ എടുത്ത് കെട്ടിത്തൂങ്ങി മരിക്കാം, ഒന്നും അറിയണ്ടല്ലോ എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെ രാത്രി ഉറക്കമില്ല, ഭക്ഷണം കഴിക്കണമെന്നില്ല, ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ വീണ്ടും ഒരു ചിന്ത വന്നു. ഞാൻ മരിച്ചാലും ഞാൻ ജയിലിൽ കിടന്നാലും എൻ്റെ ഭാര്യ ജീവിക്കണമെങ്കിൽ എവിടെയെങ്കിലും പാത്രം കഴുകാൻ പോകണം, എൻ്റെ മക്കൾ പഠിക്കണമെങ്കിൽ പുസ്തകത്തിനോ അല്ലെങ്കിൽ അതിന് കൂലിവേലയ്ക്ക് പോകണം. അത് വേണ്ട, ഞാൻ മാത്രമായിട്ട് മരിക്കണ്ട, ഞാനും എൻ്റെ കുടുംബവുമായിട്ടും മരിക്കാം. ഞാൻ ജയിലിൽ വെച്ചൊരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും ഒരു പരോള് വാങ്ങി ഞാനും കുടുംബവുമായിട്ട് മരിക്കാം എന്നുള്ള ഒരു തീരുമാനം. ഈ തീരുമാനം എടുക്കുമ്പോൾ വീണ്ടും ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ആത്മഹത്യ ചെയ്യാം. ആദ്യം മനസ്സുകൊണ്ട് വിചാരിച്ചു, രാത്രി പരോൾ ഇറങ്ങി ഇവിടെ നേരെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മക്കൾ അച്ഛ എന്ന് പറഞ്ഞ് ഓടി വരും, ഭാര്യ വരും, ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു വരും. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നല്ല ഉറക്കമായിരിക്കും. വീട്ടിലെ കറിക്കത്തിയെടുത്ത് ഓരോരുത്തരെയായിട്ട് വെട്ടിക്കൊല്ലാം, എന്നിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത ജീവിതത്തിൽ ചിന്തിച്ചു. ആദ്യം ആരെ കൊല്ലാം? ആദ്യം മൂന്നാമത്തെ മകനെ കൊല്ലാം, രണ്ടാമത്തെ മകനെ, മൂത്ത മകനെ കൊല്ലാം, ഭാര്യയെ കൊല്ലാം, ഞാൻ മരിക്കും. പിന്നെ എന്തോന്ന്, ചിലപ്പോ ഒറ്റവെട്ടിനെ അവര് മരിക്കാതെ ഇവര് അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓടിപ്പോയാണെങ്കിലും ആരും രക്ഷപ്പെടാൻ പാടില്ല, എല്ലാരും മരിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് ആ ദൗത്യം മാറ്റി. പിന്നീട് ജയിലിനകത്ത് വെച്ച് പിന്നെ എങ്ങനെ കൊല്ലാം, ഇങ്ങനെയുള്ള ചിന്തയാണ്. എന്റെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, രാത്രി ഉറക്കമില്ല, ഭക്ഷണം കഴിക്കണമെന്നില്ല, മരിക്കണം, എന്റെ മക്കളെയും ഭാര്യയും കൊല്ലണം, ഞാനും മരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ ചിന്തിച്ചു, നമ്മുടെ കാഞ്ഞിരംകുളം പ്രദേശത്ത് ഒരു സൊസൈറ്റി ഉണ്ട്, അവിടെ വളവും വിഷവും കൊടുക്കുന്നു. അങ്ങനെ കൂറിടാൻ വിഷം വാങ്ങി വാഴയ്ക്ക് വെക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പരോൾ ഇറങ്ങി നേരെ വീട്ടിൽ ചെന്ന് മക്കളച്ചാന്ന് വരട്ടി വരുമ്പോൾ മക്കളെ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടമെന്ന് ചോദിച്ചുകൊണ്ട് ആ ഭക്ഷണത്തിൽ കാഞ്ഞിരംകുളത്തുനിന്ന് കൂറിടാൻ വിഷം വാങ്ങി അവരറിയാതെ ആ ഭക്ഷണത്തിൽ അവർക്ക് കൊടുത്ത് ഭാര്യയ്ക്കും കൊടുത്ത് ഞാനും കഴിച്ച് മരിക്കാമെന്നുള്ള ഒരു തീരുമാനമെടുത്തു. 2 ദിവസമായപ്പോ വീണ്ടും ആ തീരുമാനം മാറ്റി. കൂറിടാൻ വിഷം കഴിച്ചാൽ ചിലപ്പോൾ മരിക്കാതെ അവർ പിടയുകയാണെങ്കിലോ, കാണാൻ വയ്യ, പിന്നെ ഏത് വിഷം? പിന്നെ ചിന്തിച്ചു, പരാമർ, ശരിയാ, പരാമറും കൊടുക്കുന്നു. അവിടെ ആ സൊസൈറ്റിയിൽ പരാമറും വാഴയ്ക്ക് വെക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പരോളിറങ്ങി അവിടെ നിന്ന് കിട്ടുന്ന കാശുമായി വന്ന് നേരെ വീട്ടിൽ വന്ന് ആ സൊസൈറ്റിയിൽ വന്ന് വാഴയ്ക്ക് വെക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് പരാമർ വാങ്ങി നേരെ മടിയിൽ വെച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ മക്കളോടി വരുമ്പോൾ, മക്കളെ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ്? എനിക്ക് ബിരിയാണി മതി, അല്ലെങ്കിൽ പൊറോട്ട ഇറച്ചി മതി എന്ന് പറയുമ്പോൾ ആ ഭക്ഷണത്തിൽ അവരറിയാതെ പരാമർ കലക്കി അവർക്ക് കൊടുത്ത് അവരെ കൊന്ന് ഞാനും കഴിച്ചു മരിക്കാമെന്നുള്ള ഒരു ചിന്തയിലായിരിക്കുമ്പോൾ വീണ്ടും ഒരു ചിന്ത, 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചിന്ത ഉണ്ടായി. പരാമറിൽ എന്തെങ്കിലും മായ കലക്കും എന്റെ മക്കൾ മരിക്കാതെ പിടയുകയാണെങ്കിലോ, അത് കാണാൻ വയ്യ, അതുകൊണ്ട് അത് വേണ്ട, ഇനി വേറെ ഏത് വിഷം? അങ്ങനെ കഴിഞ്ഞ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൂടെയുള്ള ഒരു തടവുകാരനോട് ചോദിച്ചു, ഏറ്റവും കൊടിയ വിഷം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, ഏറ്റവും കൊടിയ വിഷം പൊട്ടാസ്യം സയനൈഡാണ്. ഓഹോ, അപ്പോഴെനിക്ക് ഓർമ്മ വന്നു, ശരിയാ, പൊട്ടാസ്യം സയനൈഡ് ആണെങ്കിൽ ഒരു രുചി പോലും നോക്കാൻ കഴിയത്തില്ല, പെട്ടെന്ന് മരിക്കും. ശരി, അതെനിക്കറിയാം. ചാലയിൽ തട്ടാന്മാരുടെ കൈവശം ഈ സാധനമുണ്ട്, ഉച്ചയ്ക്ക് വയ്ക്കാനാണെന്ന് പറയുമ്പോൾ കൂടുതൽ കാശ് കൊടുക്കുമ്പോൾ അവരത് തരും, അത് വാങ്ങി
നേരെ ഇവിടെ നിന്ന് പരോളിറങ്ങി നേരെ വീട്ടിൽ പോയി മക്കൾ ഓടി വരും അച്ഛാ എന്ന് വിളിക്കുമ്പോൾ ആ മക്കളെ കെട്ടിപ്പിടിച്ചു ചുംബനം ചെയ്തുകൊണ്ട് ഭാര്യ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണെന്നും ഇഷ്ടം, ആ ഭക്ഷണത്തിൽ അവരറിയാതെ പൊട്ടാസ്യം സേനകൾ കലക്കി അവർക്കും കൊടുത്ത് ഭാര്യയ്ക്കും കൊടുത്ത് ഞാനും കഴിച്ച് മരിക്കാമെന്നുള്ള ഒരു തീരുമാനത്തോടുകൂടെ ജയിലിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, രാത്രി ഉറക്കമില്ല, ഭക്ഷണമില്ല, ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജയിലിനകത്ത് 4 സഹോദരന്മാർ കറുത്ത ബൈബിളുമായിട്ട് കടന്നു വരും ഇടയായി. രാവിലെ 6 മണി മുതൽ 8 മണി വരെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജയിലിൽ നിന്ന് തുറന്നു വിടും. 8 മണിക്ക് രാവിലെ ഭക്ഷണമെല്ലാം തന്ന് കൂട്ടിയിടും. വീണ്ടും 12 മണിക്ക് തുറക്കും, 2 മണിക്ക് അടയ്ക്കും, 4 മണിക്ക് തുറക്കും, 6 മണിക്ക് അടയ്ക്കും. അങ്ങനെ ഒരു ദിവസം രാവിലെ 6 മണിക്ക് തുറന്ന് 7 മണിയായിട്ട് ഞാൻ ആ സെല്ലിന്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ 4 സഹോദരന്മാർ കറുത്ത ബൈബിളുമായിട്ട്, രാധാകൃഷ്ണൻ സഹോദരൻ, ഒരു ശശി, ഒരു ഗോപി, ഒരു അശോകൻ, ഒരു ജോസ് മണിയുടെ 4 പേർ, രാധാകൃഷ്ണൻ, ജോസ് മണിയുടെ, ഗോപി, അശോകൻ, ഈ 4 പേരും ഒരു കറുത്ത ബൈബിളുമായിട്ട് കടന്നു വന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു ട്രാക്റ്റും തന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുക. ഇത് കേട്ടതും അവർ തന്ന ട്രാക്റ്റ് ഞാൻ ചുരുട്ടി കൂട്ടിക്കൊണ്ട് പറഞ്ഞു, 33 കോടി ദേവന്മാരെ ആരാധിച്ചിട്ട് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഇനി ഏത് ദൈവം എന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ട്രാക്റ്റ് തന്ന ട്രാക്റ്റ് വലിച്ചെറിയുവാനുണ്ടായി. അവർ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നുപോയി. പക്ഷെ അവർ പോയതിന് ശേഷം ഞങ്ങൾ 8 മണിയായപ്പോൾ സെല്ലിലോട്ട് അടച്ചപ്പോൾ ഞാൻ ഈ എറിഞ്ഞ ട്രാക്റ്റ് എൻ്റെ ശ്രദ്ധയപ്പെട്ടു. ഞാൻ അതിന് ഉടനെ എടുത്ത് വായിച്ചപ്പോൾ അതിലൊരു വചനമാണ് ഇന്ന് ഞാനും ഭാര്യയും മക്കളും ജീവനോടെ ഇരിക്കുവാൻ തന്ന ആ ദൈവത്തിന്റെ വചനം. ആ വചനം പ്രകാരമായിരുന്നു, നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം കേട്ടപ്പോൾ എന്റെ ചിന്തയിലുണ്ട്, കുടുംബവും രക്ഷ പ്രാപിക്കുമോ എങ്കിലൊന്ന് വിശ്വസിക്കണമല്ലോ എന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിലുണ്ടായി. എങ്ങനെ വിശ്വസിക്കുന്നത്? നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എങ്ങനെ വിശ്വസിക്കും? അറിയത്തില്ല. പിറ്റെന്നും ഈ സഹോദരന്മാർ കടന്നു വന്നപ്പോൾ രാധാകൃഷ്ണൻ സഹോദരനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, എനിക്ക് ഈ ദൈവത്തെ വിശ്വസിക്കണം, എങ്ങനെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, സഹോദര, നീ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, യേശു മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാക്കുകൊണ്ട് അത് ഏറ്റുപറയണം. സഹോദരന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സഹോദരന്റെ സ്ഥിതിക്ക് മാറ്റം വരും, കുടുംബത്തിന് മാറ്റം വരും എന്ന് പറയുവാനിട. അവർ പറഞ്ഞിട്ട് പോയി. ജയിലിനകത്ത് ഭയങ്കര കോലാഹലമാണ്. 8 മണിക്ക് 6 മണിക്ക് അടച്ചു കഴിഞ്ഞാൽ 9 മണിയോടുകൂടെ എല്ലാവരും ഉറങ്ങും. പക്ഷെ ഞാൻ ആ സെല്ലിന്റെ ഒരു മൂലയിലിരുന്നുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട്, യേശുവേ എന്നെ രക്ഷിക്കണം, ഞാനും ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിനെ അങ്ങ് മാത്രം എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ശക്തി എന്റെ ഹൃദയത്തിൽ വന്നു. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഹൃദയത്തിൽ വന്നു. ഞാൻ സന്തോഷം വന്ന് വളരെയേറെ ദൈവത്തോട് എല്ലാം കരഞ്ഞു പറഞ്ഞു, എന്റെ പാവങ്ങളെ ഏറ്റു പറഞ്ഞു. എന്റെ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. ഇത്ര സമയം ഞാൻ എടുത്തെന്നറിയത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങുവാൻ എന്റെ വലിയവനായ ദൈവം സഹായിച്ചു. പിറ്റന്നായപ്പോ എൻ്റെ ഹൃദയത്തിൽ ആ മരണത്തിനുള്ള ഭാരം കുറഞ്ഞു വന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു. വീണ്ടും എൻ്റെ ആ നിരാശ പാപം വളരെയേറെ കുറഞ്ഞു വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹോദരൻ, രാധാകൃഷ്ണൻ സഹോദരൻ ലീഡ് ചെയ്യുന്ന ഒരു പ്രാർത്ഥന അതിനകത്തുണ്ട്. അവിടെ ചെന്ന് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കും, ഞാൻ ചെന്നിരിക്കും. അങ്ങനെ ആ പ്രാർത്ഥനയിലെല്ലാം ഇരുന്നു. അങ്ങനെ വളരെ എൻ്റെ ആ മരണത്തിൻ്റെ അവസ്ഥ എല്ലാം മാറി. എന്നെ ദൈവത്തോട് കൂടുതൽ
സന്തോഷമുള്ളവനായിട്ട് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് കടന്നു പോവാൻ ഇടവന്നു. 2 മാസമായപ്പോൾ ഞാൻ പരോള് ലഭിച്ചു. അങ്ങനെ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ 3 മക്കളും ഓടി വന്ന അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു. എൻ്റെ ഭാര്യ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടുകൂടെ കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖം വാടി. കാരണം ഞാൻ വീണ്ടും മദ്യപാനത്തിലോട്ട് പോകുന്നുള്ളത് അവരുടെ ഒരു ആശങ്ക. പക്ഷേ ഞാൻ 6 മണിയോടുകൂടെ വീട്ടിലെത്തി. ഞാൻ അവരുടെ വെളിയിൽ പോകുന്നില്ല, ഞാൻ അവിടെ ഇരിക്കുന്നു. വീട്ടിൽ കുറെ ഫോട്ടോകളെല്ലാം വരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു 8-9 മണിയായപ്പോൾ പറഞ്ഞു, നമുക്കിനി യേശു മതി, ഈ ഫോട്ടോകളൊന്നും ഇനി ഇവിടെ വേണ്ട. ഞാൻ എടുത്ത് അടിച്ചുടച്ച് കളയുവാനിട വന്നു. ഭാര്യയാണെങ്കിൽ വിശ്വാസമില്ലാതെ ഇങ്ങനെയെങ്കിലും ഈ മനുഷ്യന് ശരിയാവുന്നെങ്കിൽ ശരിയാകട്ടെ എന്നുള്ള ചിന്താഗതിയിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ അന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി, വേറെ ഒന്നിനും പോയില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എൻ്റെ സ്നേഹിതന്മാർ എൻ്റെ ഭവനത്തിൽ ഞാൻ വന്നു എന്നറിഞ്ഞുകൊണ്ട് ഓടി വന്നു. സദാശിവ, നീ ഇന്നലെ വന്നു എന്നറിഞ്ഞു, ഞങ്ങളൊരു കുപ്പിയുമായിട്ട് കാത്തിരുന്നു, നീ എന്താണ് വരാത്തത്? ഞാൻ പറഞ്ഞില്ല, നമ്മളെ കുടുംബങ്ങൾ തകരാനുള്ള ഏക കാരണം ദൈവമില്ല, നമ്മുടെ കുടുംബത്തെ യേശുവില്ല. നമ്മളൊക്കെ 33 കോടി ദേവന്മാരെ ആരാധിച്ചിട്ടിരുന്ന് ഞാൻ ജയിലിലായി. യേശു മാത്രമേ എന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ളൂ. നിങ്ങളൊക്കെ മദ്യപാനമെല്ലാം നിർത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് അവരോട് പറഞ്ഞു. ഞാൻ എൻ്റെ ദേശത്തുള്ള കുറെ ക്രിസ്ത്യാനികളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുപേക്ഷിച്ചിട്ട് പോയി. എൻ്റെ വീട്ടുകാർക്കെല്ലാം സന്തോഷമായി. ഞാൻ ഏകദേശം 1 മാസത്തോളം പരവൾ അവിടെ നിന്നും വളരെ സന്തോഷത്തോടുകൂടെ അടുത്തുള്ള ഒരു ആലയത്ത് പോയി ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് കടന്നുപോയി. ഏകദേശം 8-9 വർഷക്കാലം ഞാൻ ജയിലിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കളുടെ കാര്യം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി തീരുവാൻ വലിയവനായ ദൈവം ഒരുക്കി. എൻ്റെ മൂത്ത മകൻ MSc ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, MPhil എല്ലാം പാസ്സായിട്ട് പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ LD ക്ലാർക്കായിട്ട് ജോലി ലഭിച്ചു. ഇപ്പോൾ അവൻ UD ക്ലാർക്കായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ BSc കെമിസ്ട്രി എല്ലാം പാസ്സായി കേരള പോലീസിൽ ജോലി ലഭിച്ചു. ഇപ്പോൾ കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ പൈതൽ MA ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം പാസ്സായി ബിവറേജസ് കോർപ്പറേഷനിൽ UD ക്ലാർക്കായിട്ട് ജോലി ചെയ്യുവാൻ വലിയവനായ ദൈവം കൃപ നൽകി സഹായിച്ചു. കാരണം ഞാൻ ജയിലിൽ കിടന്ന് എൻ്റെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ, ദൈവത്തെ ആരാധിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വളരെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. കാരണം എൻ്റെ 2 സഹോദരന്മാർ ജയിലിലാണ്. ഒരാൾ പോലും ഞങ്ങളുടെ കുടുംബത്തോട് തോന്നാതെ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിയിൽ ഞാൻ കൊടുക്കുവാനിട വന്നു. അങ്ങനെ മുന്നോട്ട് കടന്നുപോയി വളരെയേറെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുക ഇവിടെ വന്നു. ഞാൻ എന്നെ ഒരു 9-9.5 വർഷം ആയപ്പോൾ എന്നെ റിലീസ് ചെയ്തു. അങ്ങനെ വളരെ വീട്ടിൽ വന്ന് വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുകയാണ്. ഇവിടെ ഒരു വചനം വളരെ വ്യക്തമായിട്ട് 128-ാം സങ്കീർത്തനം പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് എൻ്റെ കൈകളുടെ അധ്വാന ഫലം കഴിച്ചത് കള്ള് ഷാപ്പിൽ കൊടുത്തു, ചാരായ ഷാപ്പിൽ കൊടുത്തു, ബാറിൽ കൊടുത്തു, ഡോക്ടർമാർക്ക് കൊടുത്തു, വക്കീലന്മാർക്ക് കൊടുത്തു, എൻ്റെ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു. പക്ഷെ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ആ ദൈവത്തെ ഭയപ്പെട്ട് യേശുവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴി നടന്നപ്പോൾ എൻ്റെ കൈകളുടെ അധ്വാന ഫലം ഇന്ന് ഞാനും ഭാര്യയും മക്കളും സന്തോഷത്തോടെ കഴിക്കുന്നു. രണ്ടാമത് 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ ഭാര്യ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിക്കുട്ടി പോലെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞാനും ഭാര്യയും എപ്പോഴും വഴക്കാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കീരിയും പാമ്പുമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഞാനും ഭാര്യയും വളരെ സന്തോഷത്തോടും എൻ്റെ ഭാര്യ എൻ്റെ പ്രാണസഖിയായിട്ട് തന്നെയാണ്. അവൾ വളരെ
ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ തന്നെയാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ എപ്പോഴും വിളിച്ചു ചോദിക്കും, വല്ലതും കഴിച്ചോ, സുഖമായിട്ട് എത്തിയോ. ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ എന്റെ ഭാര്യയെ ഞാൻ ഒരു അടിമയായിട്ട് കാണുകയുണ്ടായി. പക്ഷെ ഇന്ന് എന്റെ വീട്ടിൽ എന്റെ ഭാര്യയെ സഹായിക്കാൻ എനിക്ക് വളരെ സന്തോഷം. തീർച്ചയായിട്ടും എന്റെ ഭാര്യ ഭക്ഷണം ഒരുക്കുമ്പോൾ ഞാൻ പച്ചക്കറി അരിഞ്ഞു കൊടുക്കും, തേങ്ങ തിരുമ്മി കൊടുക്കും, തുണികൾ നനയ്ക്കാനൊക്കെ സഹായിക്കുന്നു. വളരെ സന്തോഷകരം. എന്റെ കർത്താവ് തന്നതാണ്. കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷം എന്റെ സ്ഥിതിക്ക് വളരെ മാറ്റം നിൽക്കുന്നു. അത് മാത്രമല്ല, എൻ്റെ മക്കൾ 103-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. എൻ്റെ 3 മക്കളും ശമ്പളം വാങ്ങി എൻ്റെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇരുന്ന് കരയും. ഈ മക്കളെയാണല്ലോ ഞാൻ കൊല്ലുവാനായിട്ട്. ആ സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ വളരെ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് സംസാരിക്കുമ്പോഴെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ വലിയവനായ ദൈവം കൃപ സഹായിച്ചു. മാത്രമല്ല, അടുത്ത് പറയുന്നു, എൻ്റെ മക്കളുടെ മക്കളെയും കാണും. ദീർഘായുസ് തരുന്ന ദൈവം. അത് മാത്രമല്ല, ഇതുകൊണ്ടൊന്നും അല്ല. നമുക്ക് ഏറ്റവും വലുത് നമ്മൾ നരകത്തിൽ പോകാതെ നമ്മളെ നിത്യരാജ്യത്ത് അവകാശിയാക്കിയതാണ്. അതാണ് ഏറ്റവും വലിയൊരു ഈ അനുഗ്രഹം ആണിന്ന്. തീർച്ചയായിട്ടും ഞാനും ഈ അനുഗ്രഹം കൊണ്ട് ഇന്നും കുടുംബം വളരെ സന്തോഷത്തോടു കൂടെ കഴിയുവാൻ ഇടവരുന്നു. ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷമായിട്ട് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് കടന്നു പോകുന്നു. കിട്ടുന്ന സമയമെല്ലാം കുറെ കാലം ഞാൻ ജയിൽ മിനിസ്ട്രിയായിട്ട് കടന്നുപോയി. ഇപ്പോൾ പെർമിഷൻ ഒന്നും കിട്ടുന്നില്ല. തുടർന്ന് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് ഞാൻ കുടുംബവും ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. വളരെയേറെ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം നയിപ്പാൻ എൻ്റെ വലിയവനായ കർത്താവ് സഹായിച്ചു. കൂടാതെ എനിക്ക് ഒരു പെൻഷൻ ലഭിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ഞാൻ ചെയ്ത ജോലിയോടനുബന്ധിച്ച് എനിക്ക് പെൻഷൻ കിട്ടുവാനിട വന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. നീ കർത്താവായ എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിയതുപോലെ നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചന അടിസ്ഥാനത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷിച്ച ആ ദൈവം എത്രത്തോളം വലിയവനാണ്. ഇന്ന് അനേകം പേർ ഞാൻ ഒരു കാലത്ത് ഞാൻ ദൈവമില്ല എന്ന് കാണുന്ന ദൈവങ്ങളെല്ലാം ആരാധിച്ച് നടന്ന ഞാൻ ഇന്ന് യേശുവാണ് എൻ്റെ രക്ഷകൻ. യേശുവാണ് എന്നെ രക്ഷിച്ചത്, എൻ്റെ കുടുംബത്തെ രക്ഷിച്ചത്. യേശുവിൻ്റെ ആ വചനം, തിരുവചനം. ഇന്ന് ഞാനും ഭാര്യയും 3 മക്കളും മരണത്തിൽ നിന്നും രക്ഷിച്ച് രക്ഷപ്പെട്ട് ഇന്ന് വളരെ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നയിപ്പാൻ എൻ്റെ വലിയവനായ ദൈവം ഒരുക്കിയ കൃപയോർത്ത് എന്നെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ഇതിന് ഒരു സാഹചര്യം ഒരുക്കി തന്ന വിലപ്പെട്ട കർത്താവായ ആ ദൈവദാസന് നന്ദി സ്നേഹവും അർപ്പിച്ചുകൊണ്ട് താഴ്മയെ വിരമിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേട്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാണുന്നവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവം ധാരാളമായി അല്പസമയം കൊണ്ട് നിൽക്കണേ. നമുക്ക് നല്ലൊരു സാക്ഷിയാണ് കേട്ടത്. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അറിയാനും ഒക്കെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ജയിലിൽ വെച്ച് യേശുവിനെ അറിയാനിടയായി തീർന്നു. മരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ മാറിയിട്ട് ജീവിക്കാനുള്ളൊരു ആഗ്രഹം വന്നു. പിന്നെ സ്നാനപ്പെട്ടതൊക്കെ എവിടെ വെച്ചാ? സ്നാനപ്പെട്ടത് ഞാൻ 2000-ലാണ് സ്നാനപ്പെടുന്നത്. 2000 നമ്മളെ കാഞ്ഞിരംകുളം AG സഭയിലാണ് ഞാൻ സ്നാനം. ശരി. പരോളി വന്നപ്പോഴാണ് സ്നാനം. എന്തായാലും പരോളി വരുമ്പോൾ എല്ലാവരെയും കൊന്നിട്ട് മരിക്കാനിരുന്ന ആള് പരോളി വന്നപ്പോൾ സ്നാനത്താൽ യേശുക്രിസ്തുവിനെ സാക്ഷിച്ച് ഒരു പുതിയ ജീവിതമായി മാറി അല്ലേ? അതെ അതെ. അപ്പൊ കുടുംബമായിട്ട് ആ സമയത്ത് സ്നാനപ്പെടാൻ പറ്റിയോ? എന്റെ ഭാര്യ 2003 സ്നാനപ്പെട്ടു. എന്റെ മക്കളും CSI വിവാഹത്തിലാണ് ആയിരിക്കുന്നത്. കുഞ്ഞുങ്ങള് 3 മക്കളും അവരെ കല്യാണം കഴിഞ്ഞ അവർ കുട്ടികളായിട്ട് സന്തോഷം.
നമ്മളെ കാഞ്ഞിരംകുളം AG ചർച്ചിലായിരുന്നു അല്ലേ? ചർച്ച. ശരി. അപ്പൊ ഇപ്പോഴേ അത് കഴിഞ്ഞ ശേഷം ഈ ജയിൽ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമായിരുന്നു. അപ്പൊ ഇപ്പൊ അതിനുള്ള സാഹചര്യം ഒന്നുമില്ല. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഒരു പിന്നെ അവര് സർക്കാർ ഇപ്പൊ നമുക്ക് ആ പെർമിഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് തന്നുകൊണ്ടിരുന്ന പെർമിഷൻ സ്റ്റോപ്പ് ചെയ്തു. കേരള സർക്കാരല്ലേ ശരിക്കും അത് തരേണ്ടത്? അതോ അതെ അതെ കേരള സർക്കാർ അത് സ്റ്റോപ്പ് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. എനിക്കൊരു പുതിയ അറിവാണ്. കാരണം എന്റെ ധാരണ കേരളത്തിലെ അങ്ങനെ നിർത്തൽ ചെയ്യാൻ സാധ്യതയില്ലെന്നായിരുന്നു. അല്ല, സർക്കാരല്ല, അതിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അത് ഇനി ആരോഗ്യ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അവര്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായി, ഞാനിപ്പം ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന പലരുടെയും സാക്ഷ്യം നമ്മൾ കൊണ്ടുവന്നു. അതിനകത്തൊക്കെ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ആത്മഹത്യാ പ്രവണത. കാരണം ജീവിതം തകർന്നോർത്ത് അതിനകത്ത് കിടക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പം ചേട്ടൻ തന്നെയാണെങ്കിലും അങ്ങനെ കൊല്ലാൻ വേണ്ടി പോയതൊന്നുമല്ല. ഒരു ഒത്തുതീർപ്പിന് പോയപ്പോൾ ഉണ്ടായ ഒരു ലഹളയ്ക്കകത്ത് ഒരു അബദ്ധം പറ്റിപ്പോയി, അതിനകത്ത് നമ്മൾ പെട്ടുപോയി. അപ്പം അങ്ങനെ ഒരു വ്യക്തി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പൊതുവിലുള്ള എല്ലാവർക്കും ഉള്ള ശീലം പോലെ മദ്യപാന ശീലമൊക്കെ ഉണ്ടെന്നല്ലാതെ നമ്മളൊരു ക്രിമിനലൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരാൾ ജയിലിൽ പെടുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്തോ അല്ലയോ? അതെ, മാനസികാവസ്ഥ തന്നെയാണ്. എല്ലാവരും അങ്ങനെ മാനസികാവസ്ഥ ഉള്ളവരാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അതെ. ഈ കൊടു ക്രിമിനലുകൾ അവർക്ക് പ്രശ്നമല്ല, അവര് പിന്നെ അതിനകത്ത് ഇരുന്നുകൊണ്ട് അടുത്ത പദ്ധതി തയ്യാറാക്കും. പക്ഷെ അങ്ങനെ ഈ അബദ്ധത്തിലൊക്കെ ഈ എനിക്ക് പലരുടെയും ജീവിതാനുഭവം അറിയാം. നമ്മുടെ ഒരു ചെറിയ ഒരു നിമിഷത്തെ ഒരു തെറ്റായിരിക്കും ജീവിതം മുഴുവൻ തകർത്ത് കളയുന്നത്. വെറുതെ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നു. വഴക്കുണ്ടായപ്പോൾ ഒരാളെ ഒന്ന് പിടിച്ചു തള്ളി, സ്വന്തക്കാരാ കുടുംബക്കാരാ, അല്ലാതെ അങ്ങനെ വഴക്കുള്ളവരൊന്നുമില്ല. എന്തോ വാക്കുതർക്കം ഉണ്ടായപ്പോൾ പിടിച്ചു തള്ളി ആള് കാല് തെറ്റി വീണത് തല പോയി അടിച്ചത് തടയിൽ കിടന്ന കല്ലേലാണ്. ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി. കൊല്ലാൻ വേണ്ടി തള്ളിയതൊന്നുമല്ല, തള്ളിയത് വീഴാനുമല്ല. പക്ഷെ ചെറുതായിട്ട് തള്ളിയപ്പോൾ കാല് തന്നിപ്പോയി, തല പോയി കല്ലേലടിക്കുന്നു, മരിച്ചു പോകുന്നു. ആ വ്യക്തിയുടെ ജീവിതം പിന്നെ അങ്ങ് മാറുക. ഈ നമ്മളെ സദൃശവാക്യം പഠിച്ചാലും വേദോസത്തിൽ ഒത്തിരി വചനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഈ ക്ഷമ വളരെ ആവശ്യമാണ്. നമുക്ക് ക്ഷമ വളരെ ആവശ്യമാണ്. ഞാൻ ഈ ബോംബെയിലൊക്കെ അല്ലേ ജീവിക്കുന്നത്. ബോംബെയിലെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. ട്രെയിനിലൊക്കെ കയറുമ്പോൾ വെറുതെ ആളുകൾ ഇറിറ്റേറ്റ് ചെയ്യും. തിരക്കുള്ള ട്രെയിനല്ലേ, അങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കും, ഇതിന്റെ കൈ മുട്ടുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമുക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തിയാണ്, പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയ വാക്കുതർക്കമായിരിക്കും പിന്നെ വലിയ അടിപിടി കലാശിക്കുന്ന ജീവിതം തന്നെ മാറുന്നത്. നമ്മൾ ആ ഭാഗത്തൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് സത്യത്തില് നല്ല ക്ഷമാശീലരായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഈ കാലത്ത് പറ്റത്തുള്ളൂ. അതെ, ഇപ്പോഴതുണ്ട്. കർത്താവ് ഒരുത്തലും ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പുതുതായി. ഒരു വലിയ അനുഭവമായിരുന്നു അല്ലേ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടി. പിന്നെ ജയിലിൽ തന്നെ ആരാധനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. കാരണം ജയിലിൽ കിടക്കുന്നവർക്കും ഒരു ആത്മാവുണ്ട്. എല്ലാ മനുഷ്യരുടെ ആത്മാവിനും ഭയങ്കര വിലയാണ്. ജയിലിന്റെ അകത്ത് വെച്ച് ജനിച്ച ഒത്തിരി ദൈവമക്കൾ ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്. വില്യം ബൂത്ത് പറഞ്ഞത്, ഓരോ ആത്മാവിനെയും ഓരോ സോൾ, ഇംഗ്ലീഷില് ആ ഒരു വാചകം ഇങ്ങനെയാണ്, ഗോ സ്ട്രേറ്റ് ഫോർ സോൾസ്. നേരെ ആത്മാക്കളുടെ നേരെ ചെല്ലുക, അല്ലെങ്കിൽ ആത്മാക്കളെ വിടുവിക്കുക, നേരെ ചെല്ലുക. ഗോ സ്ട്രേറ്റ് ആൻഡ് ഗോ ഫോർ ദ വോസ്റ്റ്. നിങ്ങൾ ആത്മാക്കളെ വിടുവിക്കാൻ ചെല്ലണം. എത്തരത്തിലുള്ള ആത്മാക്കളെ? ഏറ്റവും മോശക്കാരനെന്ന് സമൂഹം പറയുന്ന ആത്മാക്കളെ വിടുവിക്കുവാൻ നേരെ ചെല്ലണം. കർത്താവ് ചുങ്കക്കാരുടെയും പാപികളുടെയും അടുക്കലാണ് ചെന്നത് അല്ലേ? അല്ല, ദൈവത്തിനെ രക്ഷിക്കാൻ ജയിലൊന്നും ഒരു തടസ്സമല്ല. ദൈവത്തിന് എവിടെ വേണമെങ്കിലും ജയിലിൽ കിടന്ന വ്യക്തിയൊക്കെ ഇതിൽ മാനസാന്തരപ്പെടുവാൻ ദൈവം ഒരുക്കിയ കൃപ ഭയങ്കര. നമ്മള് പിന്നെ ഈ പ്രശ്നം ഉണ്ടായ ശേഷം, സസ്പെൻഷനൊക്കെ കിട്ടിയ ശേഷമാണ് നമ്മൾ ASI ആയിട്ട് മാറിയത്. അതെ, അതായത് വീണ്ടും ജോയിൻ ചെയ്തപ്പോ നമ്മളെ ഈ
ശിക്ഷിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറ്റക്കാരനാണെന്ന് കാണത്തില്ല. അങ്ങനെയാണ്. ശിക്ഷിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ജോലി നഷ്ടപ്പെടും, ഇല്ലയോ? ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ വീണ്ടും പിന്നെ സുപ്രീം കോടതി ഒരു വിധി കിടന്ന ശിക്ഷയിൽ വകവെച്ചുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വെറുതെ വിട്ടിരിക്കുന്ന ഇതിലാണ് പിന്നീട് ഒരു 3 മാസം കിട്ടി പിന്നെ SI ആയിട്ട് ജോലി. എനിക്കൊന്നുകൂടെ കേൾക്കണം. അതായത് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, ഒരു വിധി ജയിലിൽ കിടന്ന ആ പരിധി വെച്ചുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. ജയിലിൽ കിടന്ന ശിക്ഷ വകവെച്ചുകൊണ്ട്. കാരണം 8-9 കൊല്ലം ജയിലിൽ കിടന്നല്ലോ, അത് വെച്ചുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പൊ സർക്കാർ വേണമെങ്കിൽ 2 രീതിയിൽ എടുക്കാം. അപ്പൊ ശിക്ഷയായിട്ടും എടുക്കാം, വെറുതെ വിട്ടതായിട്ടും എടുക്കാം. അപ്പൊ എന്നെ വെറുതെ വിട്ടതായിട്ടാണ് എടുത്തത്. ദൈവത്തിന്റെ വിധി വന്നായിരുന്നു. ജയിലിൽ കിടന്നതിന്റെ പേരിൽ ശിക്ഷ ഇത്ര കൊല്ലം കിടന്നു, അതിൽ വകവെച്ചുകൊണ്ട് വെറുതെ വിട്ടിരിക്കും. ആ ശിക്ഷ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റി. അങ്ങനെ ജോലി പ്രവേശിക്കാൻ പറ്റി. അതായത് അത് ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്. സർക്കാരിന് വേണമെങ്കിൽ 2 രീതിയിൽ എടുക്കാം, ശിക്ഷയായിട്ടും എടുക്കാം, വെറുതെ വിട്ടതായിട്ടും എടുക്കാം. പക്ഷെ അവര് വെറുതെ വിട്ടതായിട്ട് എടുത്തുകൊണ്ടാണ് എന്നെ ആ ഒരു അതുകൊണ്ട് പെൻഷനും കിട്ടിയത്. പെൻഷൻ എനിക്ക് ആ പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എങ്ങനെയാണ് ജയിലിൽ കിടന്നപ്പോൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറ്റവാളിയായിട്ട് ഒരു ജയിലിൽ പോയെങ്കിലും തിരിച്ച് പോലീസുകാരനായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അത് SI ആയിട്ട്. ദൈവം ജീവിതത്തെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം. അങ്ങനെ ഒരു വിധി നമുക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ സുപ്രീം കോടതി. ദൈവത്തെ കണ്ടുമുട്ടിയാൽ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി മാറ്റും. എല്ലാം തിരിച്ചു തരാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. എനിക്ക് ഞാനിവിടെ ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു DGP ആയാലും ഞാൻ നരകത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ദൈവം ഇതൊന്നും തന്നില്ലെങ്കിൽ തന്നെയും എനിക്ക് സ്വർഗരാജ്യത്തെ അവകാശിയാക്കുവാൻ, ഈ നരകത്തിൽ പോകാതെ സ്വർഗരാജ്യത്തെ അവകാശിയാക്കുവാൻ ദൈവം ഒരുക്കിയ കൃപയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് എനിക്ക് ജയിലിൽ പോയെന്ന് പറയുന്നതിൽ എനിക്ക് ഞാൻ എവിടെയും പറയും, ഞാൻ ജയിലിൽ കിടന്ന് എന്റെ ദൈവം എന്നെ രക്ഷിച്ചതാണെന്ന്. എനിക്ക് അതിൽ ഒരു ലജ്ജയുമില്ല. എന്റെ ബന്ധുമിത്രാദികളൊക്കെ അവൻ ജയിലിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മക്കൾക്ക് നല്ല സംബന്ധമൊന്നും കിട്ടൂല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ഞാൻ അതൊന്നും വച്ചില്ല. കാരണം എന്നെ രക്ഷിച്ച ദൈവം എന്റെ മക്കളെയും രക്ഷിക്കും. നല്ല ഉന്നത ജോലിയുള്ള ആൾക്കാരെ മക്കളെ, ഉന്നതല്ല സാധാരണ ഗവൺമെന്റ് ജോലിയുള്ളവരുടെ മക്കളെയൊക്കെയാണ് എന്റെ മക്കള് വിവാഹം കഴിച്ചത്. അത് അല്ല ജയിലിൽ കിടന്നുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തെ ഒന്നും മാറ്റി നിർത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം വലിയ ഏത് സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ മതിയായ മാനിക്കാനിടയ്ക്ക്. കാരണം ദൈവം വീണ്ടും എന്നെ, ഞാനൊരു സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ, സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡ് ആയിട്ട് അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു DGPനെ മുമ്പാകെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം. പക്ഷെ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം DGP അടുത്ത് പെർമിഷനൊക്കെ പോകുമ്പോൾ ഇരിക്കാൻ പറയും. ഞാൻ ഒരു SP, അതായത് സിറ്റി പോലീസ് കമ്മീഷണറടുത്ത് ഞാൻ ഇതേപോലെ പോയി, സാറേ ഞാൻ ഇതുപോലെ എന്റെ സാക്ഷ്യം പറഞ്ഞു, നിന്നുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മളൊരു മുകളിലെ ഒരു SP അല്ലേ, നമ്മളൊരു താഴെ കിടക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇരിക്കുക, ഇരുന്നിട്ട് സംസാരിക്കാം. എന്നിട്ട് എനിക്ക് അവിടെ ചായ വാങ്ങി തരുവാനിടം ഇരുന്നും കൊണ്ട് ആ SP-യുടെ മുമ്പാകെ ഇരിക്കുക. വലിയവനായ ദൈവം ഒരുക്കിയ കൃപ. അതുമായിട്ട് ജയിലിൽ DGP-യുടെ മുമ്പാകെ ഇരിക്കുക. വലിയവനായ ദൈവം കൃപ സഹായിച്ചു. അതൊക്കെ വലിയൊരു പദവി തന്നെയാണ്. സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഏറ്റവും ഹയസ്റ്റ് ആയ ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. അങ്ങനെയാ വിശ്വസിക്കുന്നതാണ്. സാധാരണമാകുന്ന ഒരു ജീവിതാനുഭവം. ഞാൻ എന്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കരയും, വളരെയേറെ കരയും. കാരണം ദൈവം അങ്ങനെയാണ് എന്നെ രക്ഷിച്ചത്. എനിക്ക് കാരണം മരിക്കാനിരുന്നല്ലേ അവിടെ നിന്നാണ് എന്റെ ദൈവം രക്ഷിച്ചത്. എന്റെ കുടുംബം വളരെ സന്തോഷം, വളരെ സന്തോഷം. അങ്ങനെ സാധാരണമാകുന്ന ഒരു ജീവിതാനുഭവമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ 9 വർഷങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയില്ലായിരുന്നെങ്കിൽ സബ് ഇൻസ്പെക്ടർ അല്ല, അതിനപ്പുറമായിട്ട് സർക്കിൾ ഇൻസ്പെക്ടറോ അതിന് മേലോട്ടോ ഒക്കെ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ
കർത്താവിനെ കണ്ടുമുട്ടിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു. സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ദിവസങ്ങളെ ദുഷ്ടന് അല്ലെങ്കിൽ ക്രൂരന് കൊടുക്കരുത്. പല ചെറുപ്പക്കാർക്കും പറ്റുന്ന പ്രയോജനം അവരുടെ ഏറ്റവും നല്ല സമയം, അവരുടെ നല്ല വർഷങ്ങൾ, നമ്മുടെ നല്ല സംവത്സരങ്ങളെ ക്രൂരന് ദുഷ്ടന് കൊടുക്കരുത്. പല ചെറുപ്പക്കാർക്കും പറ്റുന്ന പരാജയം അവരുടെ ജീവിതത്തിലെ നല്ല സമയങ്ങൾ, നല്ല ആരോഗ്യമുള്ള, ബലമുള്ള, ചെറുപ്പമുള്ള യൗവന പ്രായമൊക്കെ ചിലപ്പോൾ പിശാചിന് കൊടുത്തുകളെ. ദുഷ്ടൻ എന്ന് പറയുമ്പോൾ പിശാചാണ് അല്ലേ? സദൃശവാക്യത്തിൽ ദുഷ്ടന് കൊടുക്കൽ അല്ലെങ്കിൽ ക്രൂരന് കൊടുക്കൽ എന്ന് പറയുമ്പോൾ മദ്യപിച്ച് പിശാചിന് വേണ്ടി ജീവിതം ഹോമിക്കുന്ന എത്രയോ ചെറുപ്പക്കാരാണ്. അതെ, മദ്യപിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പിശാചിന് കൊടുക്കുന്ന ഒരു ബലിയായി തീരുക. പിശാച് സന്തോഷിക്കുക, മദ്യപിച്ച് കുടുംബം നശിച്ച്. മദ്യപാനം മാത്രമല്ല, 9 വർഷം ജയിലിൽ നഷ്ടപ്പെട്ടു. മദ്യത്തിൽ നിന്നായിരിക്കാം തുടങ്ങുന്നത്, പിന്നെ മറ്റു പല അനർത്ഥങ്ങൾ. എത്രയോ പേര് അവരുടെ നല്ല പ്രായം അല്ലേ ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾക്ക്, മദ്യം, മയക്കുമരുന്ന്, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇന്നത്തെ ഒരു രാഷ്ട്രീയം, അത് നമുക്ക് നല്ലതല്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എത്രയോ കുടുംബങ്ങൾ, എത്രയോ ചെറുപ്പക്കാരാണ് ജീവൻ കൊടുത്തിട്ടുള്ളത്. ആർക്കാ നഷ്ടം? പാർട്ടിക്ക് ഒരു നഷ്ടമില്ല, നേതാക്കന്മാർക്ക് ഒരു നഷ്ടമില്ല. നഷ്ടപ്പെടുന്നത് പിടിച്ച വീട്ടുകാർക്കാണ്. നമ്മുടെ നല്ല നാളുകൾ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ഇവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ്. ദൈവത്തെ വിളിച്ച് സന്തോഷത്തോടെ കുടുംബത്തോടു കൂടെ ചേർന്ന് ജീവിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ജീവിതത്തിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരു ചെറിയ വീട്ടിൽ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചൊക്കെ കഴിയുകയാണെങ്കിൽ അത് മതി. ഇന്ന് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടി, ഇന്ന് തലചായ്ക്കാനുള്ള കിട്ടി, അതിനുള്ളിൽ എന്താ ലോകത്തിലെ ഒരു ദേശത്ത് പോയില്ലെങ്കിലും ഒരു വാഗ്ദത്തങ്ങൾ വെട്ടിപ്പിടിച്ചില്ലെങ്കിലും ദൈവമുള്ള ശാന്തമായ ഒരു കുടുംബം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് പ്രാർത്ഥിക്കാം ചേട്ടാ, ഈ കേരളത്തെ ദൈവം ഇങ്ങനെയുള്ള മദ്യപാനത്തിന്റെയും ഒക്കെ കയ്യിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അനേക കുടുംബങ്ങൾ കരയുക, അനേക മാതാപിതാക്കൾ കരയുക. അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശുവല്ലാതെ അവരെ വിടുവിപ്പാൻ മറ്റാരുമില്ല. യേശുവിന്റെ സ്നേഹം അവരും അറിവാൻ ഇടയായിത്തീരട്ടെ. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടി തന്നെ ചുറ്റുപാചകത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോടെ സ്തോത്രം 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 ചിന്നർത്താവി. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചിന്നപ്പോ സ്തുതിക്കുന്ന കർത്താവേ, ഈ ഓൺലൈൻ മീറ്റിംഗില് ഇതിനൊരുക്കിയ ആ വലിയ കർത്തൃദാസനെയും അതിൽ പങ്കെടുത്ത എല്ലാവരെയും കാത്തു പരിപാലിക്കുന്ന, ഒരു ദോഷം തട്ടാവണം കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന തുടർന്നും അനേകം പേരെ സാക്ഷ്യം പറയിട്ട് അനേകം പേരെ ഈ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തക്കോണം അവരെ ഒരുക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തടസ്സവും കൂടാതെ അവരെ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഇത് കാണുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളങ്ങളെ അങ്ങ് തൊടുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്ന കർത്താവേ, അടിയന്റെ ജീവിതം കണ്ട് കർത്താവേ, അനേകം പേർ യേശുവിനെ അറിയുവാനും യേശുവിനെ രുചിച്ചറിയാനും യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ കർത്താവരെ അനുഗ്രഹിക്കണം. കർത്താവെ, അനേകം ഭവനങ്ങളിൽ അടിയന്റെ ഭവനം വ്യസനിച്ചതുപോലെ, കർത്താവ് വളരെ ദുഃഖിച്ചതുപോലെ അനേക കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽ കർത്താവ് തന്നെ വന്ന് ആ വീട്ടിന്റെ രക്ഷകനായി തീർന്ന് ആ കുടുംബങ്ങളെല്ലാം രക്ഷിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദുഷ്ടലോകത്ത് പിശാചിന്റെ എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ ദുഷ്ടശക്തികളും നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിന് മുഖാന്തരം ഒരുക്കിയ എല്ലാവരെയും എനിക്ക് സാക്ഷ്യം പറയാൻ മുഖാന്തരം ഒരുക്കിയ എല്ലാവരെയും കാത്ത് പരിപാലിക്കണേ. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ സഹോദരനെയും കുടുംബവും, അതുപോലെ അടിയനെ ട്രാക്ട് കൂടെ വന്ന ജോസ് സഹോദരനെയും, അതുപോലെ ആശുമ സഹോദരനെയും ഗോപി സഹോദരനെയും കുടുംബങ്ങളെ എല്ലാവരെയും കാത്ത് പരിപാലിക്കണം. അടിയനെയും അടിയ മുഖാന്തരം അനേകം പേർ
കർത്താവെ രക്ഷ കണ്ടെത്തുവാൻ എല്ലാം കർത്താവ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെന്ന് കർത്താവെ, ഞങ്ങളിപ്പോൾ കർത്താവെ ഇതിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരോടും കൂടെ എപ്പോഴും കൂടെ ഇരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃപ്പാദത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവൻ പടിഞ്ഞ യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അടിയന്റെ എളിയ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ദേവദാസൻ സദാശിവന്റെ മേൽ, തന്റെ കുടുംബത്തിന്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഒരു പ്രാവശ്യം നന്ദി പറയുക. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം കടന്നു സന്തോഷം. ശരി, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. പ്രേക്ഷകരോടും താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.